നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് ആണ്. അതിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുമ്പോൾ 2025 ഫെബ്രുവരി മാസത്തെയും അതുപോലെ തന്നെ മാർച്ച് മാസത്തെയും കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാണാത്തവർ എന്ത് ചെയ്യുക, അത് കണ്ടുവരിക, കൃത്യമായ ഒരു ഓർഡറിലും പഠിച്ചു വരിക. ഓക്കെ. അതുപോലെ തന്നെ ഓരോ 3 മാസത്തെയും കറണ്ട് അഫയേഴ്സ് തീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാം ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അതും കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ അത് പഠിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് വേറൊരു സമയം മാറ്റി വെക്കരുത്. ക്ലാസ് കാണുമ്പോൾ തന്നെ ആ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ അവസാനം കൊടുക്കുന്ന ഒരു മെമ്മറി റിവിഷനും കൂടി ഉണ്ട്, അതും കൂടി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരുന്നുണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. 2025 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഒരു അവാർഡാണ്. ഏതാണ് അവാർഡ്? ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ്. ഓക്കെ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 അപ്പോൾ 2025 അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ചോദിച്ചേക്കാം. അതിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ദി ബ്രൂട്ട് ലിസ്റ്റ് ആണ്. പഠിച്ചു വെച്ചേക്കണം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഏറ്റവും മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? ദി ബ്രൂട്ട് ലിസ്റ്റ്. ഓർത്ത് വെച്ചേക്കുക, ഏതാണ്? ദി ബ്രൂട്ട് ലിസ്റ്റ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് ഏതാന്ന് ചോദിച്ചാൽ ബ്രാഡി കോർബറ്റ് ആണ്. ഓക്കെ. ആരെയാണ് മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത്? ബ്രാഡി കോർബറ്റ് ആണ്. അതായത് ദി ബ്രൂട്ട് ലിസ്റ്റ് എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ് ആരാ? ബ്രാഡി കോർബറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡിലെ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറയുന്നത് ദി ബ്രൂട്ട് ലിസ്റ്റ് ആണ്. അതിന്റെ സംവിധായകനായിട്ടുള്ള ബ്രാഡി കോർബറ്റ് ആണ് മികച്ച സംവിധായകൻ എന്ന് പറയുന്നത്. ഇനി മികച്ച നടൻ എന്ന് പറയുന്നത് ആരാണ്? മികച്ച നടൻ എന്ന് പറയുന്നത് ഏഡ്രിയൻ ബ്രൂഡിയാണ്. ഓക്കെ. ആരാണ്? ഏഡ്രിയൻ ബ്രൂഡി. അല്ലേ? എല്ലാറ്റിലും ഏകദേശം പേരൊക്കെ എന്താണ്, സെയിം പോലെയാണ് അല്ലേ? മികച്ച ചിത്രം എന്ന് പറയുമ്പോൾ ബ്രൂട്ടലിസ്റ്റ് ആണ്. അതുപോലെ സംവിധായകൻ എന്ന് പറയുമ്പോൾ ബ്രാഡിയാണ്. ബ്രൂട്ടലിസ്റ്റ്, ബ്രാഡി, അതുപോലെ തന്നെ ഏഡ്രിയൻ ബ്രൂഡി. അല്ലേ? മികച്ച നടനാണ് ആര്? ഏഡ്രിയൻ ബ്രൂഡി എന്ന് പറയുന്നത്. അതും ഏത് സിനിമയിൽ അഭിനയത്തിനാണ് കിട്ടിയിട്ടുള്ളത്? ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിൽ അഭിനയത്തിനാണ് മികച്ച നടൻ എന്നുള്ള അവാർഡ് കിട്ടുന്നത്. അതുപോലെ മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ അത് ഫെർണാണ്ടോ ടോറസ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്ക്, ആരാണ്? ഫെർണാണ്ടോ ടോറസ്. പക്ഷെ അവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ആർക്ക് കിട്ടുന്നത്? ഫെർണാണ്ടോ ടോറസിന് കിട്ടുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇപ്പൊ ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? ദി ബ്രൂട്ട് ലിസ്റ്റ് ആണ്. സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ബ്രാഡി കോർബറ്റും. മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡിയും. മികച്ച നടി ആരാണ്? ഫെർണാണ്ടോ ടോറസ്. ഓക്കെ. പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരമാണ്, അല്ലെങ്കിൽ JC ഡാനിയൽ അവാർഡ് എന്ന് പറയും. 2023 ഇപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. ഈ JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ 2018 ആണ് കേട്ടോ. അപ്പൊ 2018 എന്ന് പറയുന്ന സിനിമയാണ് മികച്ച സിനിമയായിട്ട് എന്തിൽ തെരഞ്ഞെടുത്തത്? JC ഡാനിയൽ പുരസ്കാരത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഏതാണ് മികച്ച സിനിമ? 2018 ആണ്. അതുപോലെ മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് അഖിൽ സത്യനാണ്. ഓക്കെ. JC ഡാനിയൽ പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ ആരാണ്? അഖിൽ സത്യനാണ്. മികച്ച സിനിമ എന്ന് പറയുന്നത് 2018 ആണ്. എന്നാൽ മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ആരാണ്? അഖിൽ സത്യനാണ്. ഇനി മികച്ച നടൻ ആരാണ്? അത് ടൊവിനോ തോമസ് ആണ് അല്ലെ? മികച്ച നടൻ എന്ന് പറയുന്നത് ടൊവിനോ തോമസ് ആണ്. എന്നാൽ മികച്ച നടി ആരാണ്? അത് അഞ്ജന ജയപ്രകാശ് ആണ്. ഓക്കെ. അഞ്ജന ജയപ്രകാശ് ആണ് മികച്ച നടി എന്ന് പറയുന്നത്. ഓക്കെ. ആ മികച്ച സിനിമ ഒരിക്കലും മറന്നു പോകരുത്. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 2018 ആണ്. എന്നാൽ മികച്ച സംവിധായകൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് അഖിൽ സത്യനാണ്. നടനാണെങ്കിൽ ടൊവിനോ തോമസും. നടി ആരാണ്? അഞ്ജന ജയപ്രകാശുമാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി അടുത്തത് മറ്റൊരു അവാർഡാണ്. അവാർഡ് എന്താണ്? ഐവറി പുരസ്കാരമാണ് അല്ലെ? ആർക്കാ ലഭിച്ചത്? 2024 ഐവറി പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ഗായികയായിട്ടുള്ള KS ചിത്രയ്ക്കാണ്. അപ്പൊ ചോദിക്കാം, 2024 ഐവറി പുരസ്കാരം ലഭിച്ച ഗായിക ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? KS ചിത്രയാണ്. ഓർത്ത് വെച്ചേക്കണം, KS ചിത്രയ്ക്ക് എന്ത് അവാർഡാണ് കിട്ടുന്നത്? ഐവറി പുരസ്കാരമാണ്. അതുപോലെ തന്നെ മറ്റൊരു പുരസ്കാരമാണ് എന്താണ്? ജഗതി ശ്രീകുമാറിന് കിട്ടുന്നത് അല്ലെ? എന്ത് പുരസ്കാരമാണ്? 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ഏതാണ്? 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരമാണ് ആർക്ക് കിട്ടുന്നത്? ജഗതി ശ്രീകുമാറിന് കിട്ടുന്നത്. ഓക്കെ. ഐവറി പുരസ്കാരം KS ചിത്രയ്ക്ക്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്കാണ്? നടൻ ജഗതി ശ്രീകുമാറിനാണ്.
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നും കൂടി നമുക്ക് റിവിഷൻ വരാം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ആണ്. അതിലെ മികച്ച ചിത്രം എന്ന് പറഞ്ഞത് ഏതാണ്? ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. അതുപോലെ മികച്ച സംവിധായകൻ ആരായിരുന്നു? ബ്രാഡി കോർബറ്റ് ആണ് അല്ലെ? ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ്. മികച്ച നടൻ എന്ന് പറയുന്നത് ഏഡ്രിയൻ ബ്രൂഡി ആണ് അല്ലെ? ഏഡ്രിയൻ ബ്രൂഡിയും. മികച്ച നടി ഫെർണാണ്ടോ ടോറസ് ആണ്. അതുപോലെ JC ഡാനിയൽ പുരസ്കാരത്തില് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? 2018 ആണ്. എന്നാൽ മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ആരാണ്? അഖിൽ സത്യനാണ്. മികച്ച നടനാണെങ്കിൽ ടൊവിനോ തോമസും മികച്ച നടിയാണെങ്കിൽ അഞ്ജന ജയപ്രകാശുമാണ്. പിന്നെ ഐവറി പുരസ്കാരം പറഞ്ഞു. ആർക്കാ ലഭിച്ചത്? KS ചിത്രയ്ക്കാണ് അല്ലെ? പിന്നെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്കാ ലഭിച്ചത്? അത് നടൻ ജഗതി ശ്രീകുമാറിനാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പുരസ്കാരമാണ്. എന്താണ് പുരസ്കാരം എന്ന് പറയുന്നത്? വിലാസിനി നോവൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? A നസീറയ്ക്കാണ് കേട്ടോ. അപ്പൊ വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? A നസീറയ്ക്കാണ്. അവരുടെ ഏത് നോവലിനാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഉച്ചാടനമാണ്. ചിലപ്പം ഇങ്ങനെ ചോദിച്ചേക്കാം, ഉച്ചാടനം ആരുടെ നോവലാണെന്ന് ചോദിച്ചേക്കാം അല്ലെ? ആരുടേതാണ്? A നസീറയുടേതാണ്. ഓർത്തു വെച്ചേക്കാം, A നസീറയുടെ നോവലാണ് ഏത്? ഉച്ചാടനം എന്ന് പറയുന്നത്. ആ ഒരു നോവലിനാണ് എന്ത് കിട്ടുന്നത്? വിലാസിനി നോവൽ പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ, വിലാസിനി നോവൽ പുരസ്കാരം ആർക്കാ ലഭിക്കുന്നത്? A നസീറയ്ക്കാണ്. അവരുടെ നോവൽ ഏതാണ്? ഉച്ചാടനം. ഇനി അടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവം ആരാണ് ജേതാക്കളായത്? 2025 സംസ്ഥാന സ്കൂൾ കലോത്സവം 63ാമത് സ്കൂൾ കലോത്സവമാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. 2025 നടന്നിട്ടുള്ളത്. 2025 സംസ്ഥാന സ്കൂൾ കലോത്സവം അല്ലെങ്കിൽ 63ാമത് സ്കൂൾ കലോത്സവത്തില് ജേതാക്കളായത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? തൃശൂർ ജില്ലയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്കൂൾ കലോത്സവം ഒക്കെ പഠിച്ചു വെച്ചേക്കാം. 2025 അല്ലെങ്കിൽ 63ാമത് സ്കൂൾ കലോത്സവത്തില് ജേതാക്കളായത് ആരാണ്? തൃശൂർ ജില്ലയാണ്. ഇനി എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചാല് അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ജേതാക്കളായത് തൃശ്ശൂരാണ് അല്ലെ? അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. തിരുവനന്തപുരത്ത് വെച്ച് നടന്നു, തൃശ്ശൂര് ജേതാക്കളായി. എന്താണ്? സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. 63ാമത് സ്കൂൾ കലോത്സവമാണെന്നും കൂടി ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയാണ് അല്ലെ? ചോദിച്ചേക്കാം, റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനുവരി 26 അപ്പൊ റിപ്പബ്ലിക് ദിനത്തില് മുഖ്യ അതിഥിയായിട്ട് ആരാ വന്നത് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അല്ലെ? അപ്പൊ ഇന്തോനേഷ്യന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ. പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ വരുന്ന മുഖ്യ അതിഥി ആരാണെന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചേക്കാം. 2025 ജനുവരി 26 അല്ലെ? അന്നാണ് റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത്. അന്നത്തെ മുഖ്യ അതിഥിയായിട്ട് ആരാ വന്നത്? ഏത് പ്രസിഡന്റ് ആണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അല്ലെ? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. എന്താണ് പേര്? പ്രഭാവോ സുബിയാന്തോ. ഓർത്ത് വെച്ചേക്കാം, പ്രഭാവോ സുബിയാന്തോ. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അതായത് ISROയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ വി നാരായണൻ ആണ്. ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ വി നാരായണൻ. പഠിച്ചു വെച്ചേക്ക ഈ പേര്. ആരാണ്? ഡോക്ടർ വി നാരായണൻ. ആരാണ്? ISRO അല്ലെ? ISROയുടെ ഇപ്പൊ നിലവിലെ ചെയർമാൻ ആണ് ആര്? ഡോക്ടർ വി നാരായണൻ എന്ന് പറയുന്നത്. അപ്പൊ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്കണം. ഡോക്ടർ വി നാരായണൻ ആണ് നിലവിൽ ആര്? ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. ഉച്ചാടനം ആരുടെ നോവലാണ്? അവരുടേതാണ്. A നസീറയുടെ നോവലാണ് അല്ലെ? അവർക്ക് എന്താ കിട്ടിയത്? വിലാസിനി നോവൽ പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? അല്ലെങ്കിൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരവും. ആരാണ് ജേതാക്കളായത് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് തൃശ്ശൂർ ജില്ലയാണ്. അത് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ റിപ്പബ്ലിക് ദിനത്തില് മുഖ്യ അതിഥിയായിട്ട് ആരാ വരുന്നത്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അല്ലെ? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോയാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ISROയുടെ ചെയർമാൻ അല്ലെ? ആരാണ് നിയമിതനായത്? വി നാരായണൻ ആണ് അല്ലെ? ഡോക്ടർ വി നാരായണനാണ് നിലവിൽ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് വിയോഗങ്ങളാണ് അല്ലെ? ആരാണ്? പിന്നണി ഗായകൻ P ജയചന്ദ്രൻ ഈ ജനുവരി മാസത്തിലാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക പേര്. P ജയചന്ദ്രൻ അല്ലെ? അദ്ദേഹം പിന്നണി ഗായകനാണ്. ജനുവരി മാസത്തിലാണ് മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ US-ന്റെ 39ാമത് പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടർ അദ്ദേഹവും മരിച്ചിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, അടുത്തിടെ അന്തരിച്ച
ജിമ്മി കാർട്ടർ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തെയാണ്? US-ന്റേതാണ്. ഇപ്പൊ US-ന്റെ 39ാമത് പ്രസിഡന്റ് ആയിരുന്നു ജിമ്മി കാർട്ടർ. അതെ, 39ാമത്തേന്ന് ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ പേര് ഓർത്ത് വെക്കുക, അത് ഏത് രാജ്യക്കാരനാണെന്നും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ജിമ്മി കാർട്ടർ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? US-ന്റേതാണ് അല്ലെ. അപ്പൊ ജിമ്മി കാർട്ടർ US പ്രസിഡന്റ് ആയിരുന്നു. അതായത് 39ാമത് US പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ജനുവരി മാസത്തിലാണ് മരിച്ചിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ മറ്റൊരു വിയോഗമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, KS മണിലാൽ അല്ലെ. KS മണിലാൽ നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട അതെ, ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ KS മണിലാൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം. ആരാണ് KS മണിലാൽ എന്ന് പറയുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും അതുപോലെ തന്നെ മലയാളത്തിലേക്കും തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. ഇംഗ്ലീഷിലേക്കും അതുപോലെ തന്നെ മലയാളത്തിലേക്കും അത് വിവർത്തനം ചെയ്തത് ആരായിരുന്നു? KS മണിലാലാണ്. അദ്ദേഹമാണ് ഈ ഒരു ജനുവരി മാസത്തിൽ മരിച്ചിട്ടുള്ളത്. അപ്പൊ ചിലപ്പം ചോദിച്ചേക്കാം. ഇനി അടുത്തത് ഗെയിൽ രത്ന പുരസ്കാരമാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഗെയിൽ രത്ന പുരസ്കാരം, അർജുന അവാർഡ് ഒക്കെ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ആർക്കൊക്കെയാണ് ഗെയിൽ രത്ന പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്ത് വെക്കണം. ഒന്നാമത്തേത് മനു ബാക്കറിനാണ് അല്ലെ. അപ്പൊ മനു ബാക്കർ ഏത് മേഖലയാണ്? ഷൂട്ടിംഗ് ആണ്. അപ്പൊ അതും കൂടി പഠിച്ചു വെച്ചേക്കണം. മനു ബാക്കർ ചോദിക്കാം ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് കായിക ഇനത്തിലാണെന്ന് ചോദിക്കും അല്ലെ. ഏത് കായിക ഇനമാണ്? ഷൂട്ടിംഗ് ആണ്. അപ്പൊ മനു ബാക്കർ ഷൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഡി ഗുഗേഷ് അല്ലെ. ഡി ഗുഗേഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? ചെസ് ചാമ്പ്യൻ ആണ്. അല്ലെങ്കിൽ ഏതാണ് കായിക ഇനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെസ് ആണ്. അപ്പൊ അതും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഹർമൻപ്രീത് സിംഗ് ഏതാണ്? ഹോക്കിയാണ് അല്ലെ. ഹോക്കി ടീം ക്യാപ്റ്റൻ ആണ് ആര്? ഹർമൻപ്രീത് സിംഗ്. അതുപോലെ തന്നെ പ്രവീൺ കുമാർ ആരാണ്? പാരാ അത്ലറ്റുകാരനാണ് അല്ലെ. പാരാ അത്ലറ്റ് ആണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. ഇവർക്കൊക്കെയാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഗെയിൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? മനു ബാക്കറിന്, അതുപോലെ തന്നെ ഡി ഗുഗേഷിന്, അതുപോലെ തന്നെ ഹർമൻപ്രീത് സിംഗിന്, പിന്നെ ആരാണ്? പ്രവീൺ കുമാർ. ഇവർക്കാണ് ഗെയിൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മനു ബാക്കർ ഏതാണ് കായിക ഇനം? ഷൂട്ടിംഗ് ആണ് അല്ലെ. മനു ബാക്കർ ഷൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഡി ഗുഗേഷ് എന്ന് പറയുമ്പോൾ ചെസ് ആണ് അല്ലെ. ഡി ഗുഗേഷ് എന്താണ്? ചെസ് ആണ്. അതുപോലെ തന്നെ ഹർമൻപ്രീത് സിംഗ് എന്തിലാണ്? ഹോക്കിയാണ് അല്ലെ. ഹർമൻപ്രീത് സിംഗ് ഹോക്കിയിലാണ്. പിന്നെ പ്രവീൺ കുമാർ ആണെങ്കിലോ പാരാ അത്ലറ്റ് ആണ് അല്ലെ. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. ഇവർക്കൊക്കെയാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഗെയിൽ രത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കും, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗെയിൽ രത്ന പുരസ്കാരം ലഭിക്കാത്തത് ആര് എന്ന് ചോദിക്കും. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇവർ ആർക്കൊക്കെയാണെന്ന് കിട്ടിയതും അതുപോലെ തന്നെ അവരുടെ കായിക ഇനം ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. പരീക്ഷയിൽ ചോദിക്കും. ഇനി അടുത്തത് അർജുന അവാർഡാണ്. അർജുന അവാർഡ് ആർക്കാ ലഭിച്ചത്? അല്ലെ. അർജുന അവാർഡ് ലഭിച്ച മലയാളി ആരെന്ന് ചോദിക്കും. അതാരാണ്? സാജൻ പ്രകാശ് ആണ് അല്ലെ. സാജൻ പ്രകാശ് ഏതാ ഇനം? നീന്തലാണ് അല്ലെ. അപ്പൊ സാജൻ പ്രകാശ് നീന്തൽ താരമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. സാജൻ പ്രകാശ് നീന്തൽ താരമാണ്. അദ്ദേഹത്തിനാണ് അർജുന അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അർജുന അവാർഡ് ആർക്കാ ലഭിക്കുന്നത്? അർജുന അവാർഡ് ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? സാജൻ പ്രകാശ് ആണ്. കായിക ഇനം ഏതാണ്? നീന്തലാണ്. അതുപോലെ തന്നെ ദ്രോണാചാര്യ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? എസ് മുരളീധരൻ ആണ് കേട്ടോ. അപ്പൊ ദ്രോണാചാര്യ പുരസ്കാരം എന്ന് പറയുന്നത് കോച്ചിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ദ്രോണാചാര്യ പുരസ്കാരം എന്ന് പറയുന്നത് ആർക്കാ ലഭിച്ചിട്ടുള്ളത്? എസ് മുരളീധരൻ ആണ് അല്ലെ. എന്തിന്റെ കോച്ചായിരുന്നു? ബാഡ്മിന്റൺ ആണ് അല്ലെ. അപ്പൊ ബാഡ്മിന്റൺ കോച്ചാണ് ആരാ? എസ് മുരളീധരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ആരാണ് നേടിയത്? കൊനേരു ഹംപിയാണ് അല്ലെ. ഇന്ത്യക്കാരിയായിട്ടുള്ള കൊനേരു ഹംപിക്കാണ് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയിട്ടുള്ളത്. അപ്പൊ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കൊനേരു ഹംപി ഏത് കായിക ഇനമാണെന്ന് ചോദിക്കാം അല്ലെ. ഏതാണ്? ചെസ് ആണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ആരാണ് നേടിയത് എന്ന് ചോദിക്കും അല്ലെ. ആരാണ് നേടിയത്? കൊനേരു ഹംപിയാണ്. ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് അല്ലെ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആരാണ് നേടിയത്? ബംഗാളാണ്. ഇതും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആരാണ് നേടിയത്? ബംഗാളാണ് അല്ലെ. ആരെയാണ്? കേരളത്തിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് നമ്മുടെ ജനുവരി മാസത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലതും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു മെമ്മറി റിവിഷനും കൂടി നോക്കാം. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ബ്രാഡി കോർബറ്റ് അല്ലേ. ബ്രാഡി കോർബറ്റ്, ഇന്ന് ബ്രാഡി കോർബറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആരാണ് ബ്രാഡി കോർബറ്റ് എന്ന് പറഞ്ഞാല്? ആരാണ് ബ്രാഡി കോർബറ്റ് എന്ന് പറഞ്ഞാല്?
അല്ലേ? നമ്മൾ ഗോൾഡൻ ഗ്ലോബ് അവാർഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ബ്രാഡി കോർബറ്റ് ആണ് അല്ലേ? ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് KS ചിത്രയാണ്. KS ചിത്രയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അവാർഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് അവാർഡായിരുന്നു അത്? KS ചിത്രയ്ക്ക് എന്ത് അവാർഡായിരുന്നു കിട്ടിയിരുന്നത്? ഐവറി പുരസ്കാരമാണ് അല്ലേ? ഐവറി പുരസ്കാരം ലഭിച്ച ഗായികയാണ് ആര്? KS ചിത്ര എന്ന് പറയുന്നത്. ഇനി അടുത്തത് വി നാരായണൻ അല്ലെ? വി നാരായണൻ ആരാണ്? വി നാരായണൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ISRO ചെയർമാൻ ആണ് അല്ലെ? ISRO ചെയർമാൻ ആണ് ആര്? വി നാരായണൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് പ്രഭാവോ സുബിയാന്തോ അല്ലെ? ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രഭാവോ സുബിയാന്തോ അല്ലെ? ആരായിരുന്നു പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്നത്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അല്ലെ? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് ആര്? പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് 2025 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തില് മുഖ്യ അതിഥിയായിട്ട് വരുന്നത് അല്ലെ? മുഖ്യ അതിഥിയായിട്ട് വന്നത്. ഓക്കെ, ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഓർത്തു വെച്ചേക്കാം. ഇനി തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു അത്? തൃശ്ശൂര് എന്തോ ജേതാക്കളായിട്ടുണ്ടായിരുന്നു. എന്താണ്? യെസ്, എന്താണ്? സംസ്ഥാന സ്കൂൾ കലോത്സവം അല്ലെ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് ജേതാക്കളായത് ആരാണ്? തൃശ്ശൂരാണ്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ദെൻ അടുത്തത് സാജൻ പ്രകാശ് ആണ്. ആരാണ് സാജൻ പ്രകാശ് എന്ന് പറഞ്ഞാല്? സാജൻ പ്രകാശ് അല്ലെ? എന്തോ ഒരു അവാർഡും ലഭിച്ചിട്ടുണ്ട്. സാജൻ പ്രകാശ് നീന്തൽ താരമാണെന്ന് അറിയാം. എന്ത് അവാർഡാണ് ലഭിച്ചത്? യെസ്, അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് ആര്? സാജൻ പ്രകാശ് എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ളൊരു ചോദ്യമാണ്, സന്തോഷ് ട്രോഫി കിരീടം, ഈ വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം ആരാണ് നേടിയത്? അത് നിങ്ങൾ ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.